എല്ലാവർക്കും നമസ്കാരം. ഒന്ന് ആലോചിച്ചു നോക്കൂ. 75 വർഷം മുൻപ് ഒരുപാട് വെല്ലുവിളികളോടെ പിറന്ന ഒരു രാജ്യം ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ലോകത്തെ തന്നെ നയിക്കുന്നൊരു ശക്തിയായി മാറിയിരിക്കുന്നു. അതെ, ഇന്ത്യയുടെ ആ അവിശ്വസനീയമായ യാത്രയുടെ കഥയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പോ ഇന്ത്യയുടെ മുന്നിലൊരു വലിയ സ്വപ്നമുണ്ട്. 2047, അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോഴേക്കും രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ $30 ട്രില്യൺ എത്തിക്കുക. ഇതൊരു ചെറിയ കാര്യമല്ല. പക്ഷേ ആ ഒരു ഭാവിയിലേക്ക് എങ്ങനെ എത്തുമെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ യാത്ര തുടങ്ങിയത് എവിടെ നിന്നാണെന്നൊന്ന് തിരിഞ്ഞു നോക്കണമല്ലേ. വികസിത് ഭാരത് 2047, അതാണ് ഈ ഒരു വലിയ സ്വപ്നത്തിന് നൽകിയിരിക്കുന്ന പേര്. അപ്പോൾ ആ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള കഴിഞ്ഞ 7 പതിറ്റാണ്ടിലെ നമ്മുടെ യാത്ര നമുക്കൊന്ന് ചുരുക്കത്തിൽ നോക്കിയാലോ. അപ്പോൾ ഈ ഒരു വലിയ കഥ നമുക്ക് 5 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ആദ്യം ഒരു രാജ്യത്തിന്റെ അടിത്തറയിട്ട ആ ആദ്യ കാലഘട്ടം, പിന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മൾ പഠിച്ച ആ ഒരു സ്വാശ്രയത്വത്തിന്റെ നാളുകൾ, അവിടുന്ന് നമ്മൾ നക്ഷത്രങ്ങളിലേക്ക് കുതിച്ചുയർന്ന ആ നിമിഷങ്ങൾ, പിന്നെ എങ്ങനെയാണ് ഇന്ത്യ ഒരു പുതിയ ഗ്ലോബൽ പവറായി മാറിയതെന്നും ഇനി മുന്നോട്ട് എന്തൊക്കെയാണ് കാത്തിരിക്കുന്നതെന്നും നമ്മൾ നോക്കും. അപ്പോൾ തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുന്നത് 1950കളിലാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടേയുള്ളൂ. ഒരു പുതിയ രാജ്യം, പുതിയ സ്വപ്നങ്ങൾ, അതിന്റെ ഭാവിക്കായി അടിത്തറ പാകുന്ന ഒരു കാലം. തുടക്കത്തിൽ തന്നെ ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ എത്ര വലുതായിരുന്നു നോക്കിക്കേ. ഒരു സൈഡില് ഏഷ്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ വരുന്നു, അപ്സര. അതേസമയം തന്നെ മറുഭാഗത്ത് ബഹിരാകാശത്തേക്കുള്ള നമ്മുടെ ആദ്യത്തെ ചുവടുവെപ്പുകളും തുടങ്ങുന്നു. രണ്ടും ഒരുമിച്ചാണ് മുന്നോട്ടു പോയത്. അത് ശരിക്കും അത്ഭുതമാണ്. പക്ഷെ ഇങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുമ്പോഴും രാജ്യത്തിനകത്ത് വളരെ അടിസ്ഥാനപരമായ ഒരു വലിയ പ്രശ്നം നമ്മുടെ കാത്തിരിപ്പുണ്ടായിരുന്നു. അതെ, ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ വിശപ്പ്. അതിനുള്ള ഉത്തരം വന്നത് സയൻസിൽ നിന്ന് തന്നെയായിരുന്നു. ഹരിത വിപ്ലവം. ശാസ്ത്രം വെറും ലബോറട്ടറികളിൽ ഒതുങ്ങിയില്ല, അത് നമ്മുടെ പാടങ്ങളിലേക്ക് ഇറങ്ങി വന്നു. അതോടെ രാജ്യം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തമായി. അങ്ങനെ 1970കൾ എത്തിയപ്പോഴേക്കും അത് വലിയ വിജയങ്ങളുടെ ഒരു കാലഘട്ടമായി മാറി. പാലുൽപാദനത്തിൽ നമ്മളെ മുന്നിലെത്തിച്ച ധവള വിപ്ലവം, പിന്നെ നമ്മുടെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട. പക്ഷേ ആ ദശകം നമ്മളെ വിജയങ്ങളെക്കുറിച്ച് മാത്രമല്ല പഠിപ്പിച്ചത്, തോൽവികളിൽ നിന്ന് എങ്ങനെ പഠിക്കണമെന്നതിൻ്റെ ഏറ്റവും വലിയ പാഠം കൂടി നമുക്ക് കിട്ടി. 1979ലെ SLV-3യുടെ പരാജയം അതൊരു വലിയ തിരിച്ചടിയായിരുന്നെങ്കിലും ഒരു നിർണായക പാഠം കൂടിയായിരുന്നു. അപ്പോൾ ഈ ആദ്യകാലത്തെ വിജയങ്ങളും പരാജയങ്ങളുമെല്ലാം ഇന്ത്യയെ ഒരു പ്രധാനപ്പെട്ട തിരിച്ചറിവിലേക്ക് എത്തിച്ചു. യഥാർത്ഥ ശക്തി വേണമെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിച്ചു മുന്നോട്ടു പോകാൻ പറ്റില്ല. ഈയൊരു ചിന്തയാണ് അടുത്ത ഘട്ടത്തിലെ ഇന്ത്യയുടെ സ്വാശ്രയത്വത്തിലേക്കുള്ള യാത്രയ്ക്ക് ശരിക്കും ഊർജം കൊടുത്തത്. 80കളിലും 90കളിലും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ലോകം ഇന്ത്യയ്ക്ക് മുന്നിൽ പല വാതിലുകളും കൊട്ടിയടച്ചു. നമുക്ക് അത്യാവശ്യമായിരുന്ന പല ടെക്നോളജികളും പലതരം ഉപരോധങ്ങൾ കാരണം നിഷേധിക്കപ്പെട്ടു. അപ്പോൾ ഇന്ത്യ എന്തു ചെയ്തു? പുറത്തുനിന്ന് ആരും തന്നില്ലെങ്കിൽ പ്രശ്നമില്ല, നമ്മൾ സ്വന്തമായി ഉണ്ടാക്കും. ആ ഒരു വാശിയിൽ നിന്നും നിശ്ചയദാർഢ്യത്തിൽ നിന്നുമാണ് ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറായ പരം 8000 പിറക്കുന്നത്. അതൊരു സാധാരണ കമ്പ്യൂട്ടറായിരുന്നില്ല. കാലാവസ്ഥാ പ്രവചനം മുതൽ ഏറ്റവും സങ്കീർണമായ ഗവേഷണങ്ങൾ വരെ സാധ്യമാക്കിയ ഒരു വൻ നേട്ടമായിരുന്നു അത്. ഈ നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം എന്ന ചിന്ത പ്രതിരോധ രംഗത്തും വളരെ വ്യക്തമായി കാണാമായിരുന്നു. പൃഥ്വി, അഗ്നി, ആകാശ്, ഈ മിസൈലുകളെല്ലാം വികസിപ്പിച്ചത് ഈയൊരു സ്വാശ്രയത്വ നയത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. പിന്നെ ഈ സ്വാശ്രയത്വത്തിലേക്കുള്ള യാത്രയുടെ ഒരു ക്ലൈമാക്സ് എന്ന് പറയാവുന്ന നിമിഷം വന്നത് 1998ലാണ്. ഓപ്പറേഷൻ ശക്തി. ആ 5 ആണവ പരീക്ഷണങ്ങളിലൂടെ ഇന്ത്യ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളിതാ ഒരു സമ്പൂർണ്ണ ആണവശക്തിയാണ് എന്ന്. അങ്ങനെ പുതിയ സഹസ്രാബ്ദം തുടങ്ങി, 2000ങ്ങൾ. അതോടെ ഇന്ത്യയുടെ സ്വപ്നങ്ങളും വലുതായി. ഇനി നമ്മുടെ ലക്ഷ്യങ്ങൾ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നില്ല, ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന നേട്ടങ്ങളാണ് ഇനി വേണ്ടത്. 2000ങ്ങളിലെ ആദ്യത്തെ 10 വർഷം ശരിക്കും അവിശ്വസനീയമായ നേട്ടങ്ങളുടേതായിരുന്നു. നമ്മുടെ സ്വന്തം യുദ്ധവിമാനമായ തേജസ്, ചന്ദ്രനിൽ വെള്ളമുണ്ടെന്ന് കണ്ടെത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ചന്ദ്രയാൻ 1, പിന്നെ നമ്മുടെ സ്വന്തം ആണവ അന്തർവാഹിനി INS അരിഹന്ത്, ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊന്നിലേക്കെത്താൻ കഴിവുള്ള അഗ്നി 5 മിസൈൽ. നേട്ടങ്ങളുടെ പട്ടിക അങ്ങനെ നീണ്ടുപോവാണ്. പക്ഷേ ഇന്ത്യയുടെ ഏറ്റവും വലിയ, ലോകം മുഴുവൻ അത്ഭുതത്തോടെ നോക്കിയ ഒരു നേട്ടം ഇതായിരിക്കും. മംഗൾയാൻ. മറ്റു പല വലിയ രാജ്യങ്ങളും പലതവണ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട ചൊവ്വാദൗത്യം ഇന്ത്യ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ വിജയിച്ചു. അതും എങ്ങനെയാന്നോ? ഒരു ഹോളിവുഡ് സിനിമയുണ്ടാക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ. അത് ലോകത്തിന് തന്നെ ഒരു അത്ഭുതമായിരുന്നു. നമ്മുടെ നേട്ടങ്ങൾ ബഹിരാകാശത്ത് മാത്രം ഒതുങ്ങിയില്ല, ആഴക്കടലിലും ഇന്ത്യ ശക്തി തെളിയിച്ചു. 2016-ൽ INS അരിഹന്ത് പൂർണ്ണമായി പ്രവർത്തനസജ്ജമായതോടെ
ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡ് കംപ്ലീറ്റായി. എന്താണിതെന്നല്ലേ? സിമ്പിളായി പറഞ്ഞാൽ കരയിൽ നിന്നും ആകാശത്തു നിന്നും പിന്നെ കടലിനടിയിൽ നിന്നും ഒരേപോലെ ആണവായുധം പ്രയോഗിക്കാൻ കഴിവുണ്ടാവുക. ആ ഒരു കഴിവുള്ള വളരെ കുറച്ച് രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് ഇന്ത്യയും എത്തി. പക്ഷേ ഈ വലിയ വിജയങ്ങൾക്കിടയിലും നമ്മുടെയെല്ലാം ഹൃദയം തകർത്ത് കളഞ്ഞ ഒരു നിമിഷമുണ്ടായി. 2019 രാജ്യം മുഴുവൻ ശ്വാസമടക്കിപ്പിടിച്ച് ടിവിക്ക് മുന്നിലിരിക്കുകയാണ്. ചന്ദ്രയാൻ 2 ലാൻഡ് ചെയ്യാൻ പോകുന്നു. പക്ഷേ ആ അവസാന നിമിഷങ്ങളിൽ ലാൻഡറുമായുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു. അത് ശരിക്കും വലിയൊരു നിരാശയായിരുന്നു. എന്നാൽ ആ നിരാശ ഒരു അവസാനമായിരുന്നില്ല. അത് വെറും 4 വർഷത്തിനു ശേഷം ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആഘോഷങ്ങൾ ഒന്നിനു വഴിയൊരുക്കി. 2023 ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ സൗത്ത് പോളിൽ വിജയകരമായി ലാൻഡ് ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ഇന്ത്യ ചരിത്രം കുറിച്ചു. എന്തൊരു തിരിച്ചുവരവായിരുന്നു അത്! അപ്പോൾ ആ ചരിത്ര വിജയം നമ്മളെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് 2020കളിലേക്ക് എത്തിക്കുകയാണ്. ഇവിടെ ആ 2047 എന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ കുതിപ്പിന് വേഗത കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിലെ നേട്ടങ്ങൾ മാത്രമൊന്ന് നോക്കിയാൽ മതി ഇന്ത്യയുടെ കഴിവുകൾ എത്രത്തോളം വൈവിധ്യപൂർണമായി എന്ന് മനസ്സിലാക്കാൻ. ഒരു വശത്ത് സ്വന്തമായ വിമാനവാഹിനി കപ്പൽ, മറുവശത്ത് കോവിഡ് വാക്സിൻ, ഒരു വശത്ത് സൂര്യനെ പഠിക്കാൻ ആദിത്യ L1, മറുവശത്ത് രാജ്യവ്യാപകമായി 5G. പ്രതിരോധം, ആരോഗ്യം, ബഹിരാകാശം, ഡിജിറ്റൽ എല്ലാ മേഖലയിലും ഒരേ സമയമാണ് നമ്മൾ മുന്നേറുന്നത്. ഇനിയിങ്ങോട്ട് വരാനിരിക്കുന്നത് ഇതിലും വലിയ കാര്യങ്ങളാണ്. ഗഗൻയാൻ ദൗത്യത്തിലൂടെ നമ്മുടെ സ്വന്തം യാത്രികരെ ബഹിരാകാശത്തേക്ക് അയക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു. അതുപോലെ സമുദ്രയാൻ വഴി മനുഷ്യരെ ആഴക്കടലിന്റെ അടിത്തട്ടിലേക്കും അയക്കും. എന്തിനധികം, ഭാവിയിൽ നമുക്ക് സ്വന്തമായൊരു ബഹിരാകാശ നിലയം പോലും ലക്ഷ്യത്തിലുണ്ട്. അപ്പോ ഒന്നാലോചിച്ച് നോക്കൂ, ആദ്യത്തെ 75 വർഷം കൊണ്ട് നമ്മൾ ചന്ദ്രൻ വരെ എത്തി. അങ്ങനെയെങ്കിൽ അടുത്ത 75 വർഷം നമ്മളെ എവിടെയായിരിക്കും എത്തിക്കുക? ഈ യാത്ര ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ടു പോകാനുണ്ട്. അതിന്റെ സാധ്യതകൾക്ക് ഒരുപക്ഷേ അതിരുകളുണ്ടാവില്ല.